പാത്ത് ഫൈൻഡർ. നമുക്ക് ഈ പാനലൊക്കെ വേണമെങ്കിൽ എങ്ങനെ ആവശ്യത്തിന് നീക്കിയൊക്കെ വെക്കാട്ടാ. ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ വന്ന് പിൻ ചെയ്ത് വെക്കാനും ചെയ്യും. ആൾട്ട് പിടിച്ചിട്ട് താഴെ വെച്ചു. ഇനി ഇതേ ഡ്യൂപ്ലിക്കേറ്റ് വരണമെങ്കിൽ കൺട്രോള് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രണ്ട് ഒബ്ജക്റ്റിനും കൂടി സെലക്ട് ചെയ്തു. ഓക്കെ, രണ്ട് ഒബ്ജക്റ്റും കൂടി സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഡി. ഇവിടെ ഫസ്റ്റ് കാണുന്ന എന്താണ്? യുണൈറ്റ് എന്ന് പറയും. പേരിലെ മാറ്റമുള്ളൂ കോറൽ ഡ്രോയുടെ പോലെ, പക്ഷേ സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്. കോറൽ ഡ്രോയിൽ അതിൽ വെൽഡ് എന്ന് പറയും. ഇതിന് യുണൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? രണ്ടും കൂടി ജോയിൻ്റ് ആയിട്ട് മാറി. ഇതിൽ ക്ലിക്ക് ചെയ്താലോ മൈനസ് ഫ്രണ്ടിലുള്ളത് മൈനസ് ആക്കിയിട്ട് ഡിലീറ്റ് ആയി പോകും. ഇത് കോമൺ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്റർസെക്ട് എന്തായിരിക്കും? രണ്ടിലും കോമൺ ആയിട്ടുള്ള സംഭവം ഉണ്ടാവും. കോറൽ ഡ്രോയിൽ ഇന്റർസെക്ട് കൊടുത്തു കഴിഞ്ഞാൽ പഴയ ഷേപ്പ് അവിടെ ഉണ്ടാവും, ഇന്റർസെക്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ആവും. ഇതിലെന്താ സംഭവിക്കാൻ നോക്കൂ? പഴയ ഷേപ്പ് ഡിലീറ്റ് ആയി പോകും. ചെറിയ വ്യത്യാസം, ആവശ്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അടുത്ത് വന്നിട്ട് എക്സ്ക്ലൂഡ്, ഇന്റർസെക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് കണക്റ്റ് ആയത് സംഭവത്തിന് ഒഴിവായി പോയി. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതാണ് ഇതിന്റെ ടൂൾസിന്റെ വശമാണ് പറയണത്. ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ലോഗോ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് ഇവിടെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണം. ഇപ്പോൾ കോറൽ ഡ്രോയിൽ അത് തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇന്റർസെക്റ്റ് അതിന്റെ ലൈന് റൊട്ടേറ്റ് ചെയ്യണത്, ആ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കൊണ്ടുവരണം. അല്ലാതെ അത് എ ടു സെറ്റ് ജസ്റ്റ് തിയറി ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നീങ്ങില്ല. ഓക്കെ, ഇപ്പം ഇതിനൊക്കെയാണ് ഈ തിയറി പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി അടുത്ത് താഴെ ഇത് ഫസ്റ്റ് സെക്ഷൻ 4 അല്ലേ, അതാണ് മെയിൻ ആയിട്ടുള്ളത്. താഴെ വന്നിട്ട് സെക്കൻഡറി റയർ ആയിട്ട് ഉപയോഗിക്കുള്ളൂ. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഡിവൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡിവൈഡ് ആയിട്ട് മാറും. ഇതൊക്കെ അൺഗ്രൂപ്പ് ചെയ്യണം. അൺഗ്രൂപ്പ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. വേണ്ട, 3 പീസായിട്ട് ഡിവൈഡ് ആയി. അടുത്ത് ട്രിമ്മ് പറഞ്ഞാൽ മറ്റേ ഫസ്റ്റ് കാണുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഓക്കെ, ട്രിം അടിച്ചിട്ട് അൺഗ്രൂപ്പ് ചെയ്തു. മുകളിലത്തെ വന്നിട്ട് മൈനസ് ഫ്രണ്ടാണ്, ഡിലീറ്റ് ആയി പോകും. ഇത് ട്രിം അടിച്ച് കഴിഞ്ഞാൽ ആൾറെഡി കട്ട് ചെയ്ത ഒബ്ജക്റ്റ് അവിടെ തന്നെ നിൽക്കും. അത്രേ വ്യത്യാസമുള്ളൂ. നമുക്ക് കൂടുതൽ ആവശ്യം മുകളിലത്തെ ആയിരിക്കും വേണ്ടിയില്ല. അതാണ് ഇത് മുകളിലത്തെ ലൈനിലുള്ളത്. സെയിം അതേപോലെ തന്നെ മെർജ്, ക്രോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്റ്റിന്റെ സെയിം തന്നെയാണ്, പക്ഷേ അതിന്റെ ബാക്കി ബാലൻസ് ഉള്ള പോർഷൻ അവിടെ തന്നെ ഉണ്ടാവും. ഇന്റർസെക്റ്റ് ആകുമ്പോൾ ഡിലീറ്റ് ആയി പോകും. അതേപോലെ എക്സ്പ്ലോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതുള്ളത്. ഓക്കെ, ഇപ്പൊ ചെയ്ത പാത്ത് ഫൈൻഡർ ഇല്ലേ, അതിന്റെ എല്ലാ വർക്കും നമുക്ക് ഒരു ടൂൾ വെച്ച് ചെയ്യാൻ പറ്റും. ഇത് കാണുന്ന ടൂളുകളിൽ ഒരു ടൂൾ ഉണ്ട്. ആ ഒരു ടൂള് കോറൽ ഡ്രോയിൽ ഇല്ല. ഈ ടൂളിന്റെ അത് എന്താ പറയാ, ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില ലോഗോ വർക്കൊക്കെ ഈ ടൂളിൽ തന്നെ ചെയ്യാൻ തോന്നും. അപ്പൊ ചെയ്തില്ല, ഈ കട്ട് ചെയ്യണതും ട്രിം ചെയ്യണതും ഇതിനിവിടെ കാണാൻ പറ്റും. ഷേപ്പ് ബിൽഡർ ടൂൾ എന്ന് പറയും. അവിടെ ഷേപ്പ് ബിൽഡർ ടൂള്. ഇപ്പോൾ 2 ഒബ്ജക്റ്റ് കൂടി സെലക്ട് ചെയ്തു. എന്നിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തു. അതിന് ഷോർട്ട് കട്ട് അതിൽ കൊടുത്തിട്ട് ഷിഫ്റ്റ് എം, വേണ്ട അതിൽ തന്നെ എഴുതിയിടുന്നുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് കട്ട് വരും. ഞാനിപ്പോൾ രണ്ട് സർക്കിളും കൂടി സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തു. എന്നിട്ട് പതുക്കെ ഇതിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നെറ്റ് പോലെ വരുന്നുണ്ട്. കണ്ട, ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല, അതിന് മുകളിൽ കൂടെ അത് ഓടിച്ചു പോകുമ്പോൾ തന്നെ ഒരു നെറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു പ്ലസ് എന്നും കൂടെ എഴുതി കാണിക്കുന്നുണ്ട്. ആ ആരോൻ്റെ നമ്മുടെ മൂട്ടൂൾ പോലെ തന്നെ ഒരു പ്ലസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാണ്, വരയ്ക്കുകയാണ്.
അപ്പോൾ ആ നെറ്റ് ഇങ്ങോട്ട് കയറി വിട്ടപ്പോൾ എന്തായി? മറ്റേ പാത്ത് ഫൈൻഡറിലെ ഫസ്റ്റ് ടൂൾ ഉപയോഗിക്കണതിന് പകരം ഉപയോഗിക്കാൻ പറ്റി. ഇനി അടുത്തതിനെ ഒഴിവാക്കണം പറഞ്ഞതിന് എന്ത് ചെയ്യുക? ഇപ്പോൾ ഒഴിവാക്കണം പറഞ്ഞാൽ ഏത് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ബ്ലൂ ആണ് ഒഴിവാക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ ഈ പോർഷൻ, റെഡിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എന്ത് ചെയ്തു? ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ പ്ലസ് മൈനസ് ആവാൻ ആൾട്ട് പ്രസ് ചെയ്താൽ മതി. വേണ്ട, അപ്പോൾ മൈനസ് ആയി. ആൾട്ട് വിട്ട പ്ലസ്. ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഇനി ഞാൻ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തതിന് എന്താവും? ആ ഭാഗം ഡിലീറ്റ് ആയി. നേരെ മറിച്ച് ഞാൻ ഇവിടെയാണ് ഡ്രാഗ് ചെയ്ത് പറഞ്ഞാൽ ഈ ഭാഗം ഡിലീറ്റ് ആയി. നടുക്ക് മാത്രം ഞാൻ ആൾട്ട് പിടിച്ചൊരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നടുക്ക് ഭാഗം മാത്രം ഡിലീറ്റ് ആയി. അപ്പോൾ ഈ ഒരൊറ്റ ടൂൾ തന്നെ പാത്ത് ഫൈൻഡർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ.